ആചാര്യ ടി വി ഹിന്ദു ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും കുറിച്ച് കൂടുതൽ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം. നിങ്ങളുടെ ബോധ മനസ്സും ഉപബോധ മനസ്സും പല തലത്തിലും ആളുകൾ വിളിച്ച് ചോദിക്കാറുണ്ട്. എങ്ങനെയാണ് ഉപബോധ മനസ്സിനെ, എന്താണ് ബോധ മനസ്സ്, എന്താണ് ഉപബോധ മനസ്സ്, സബ് കോൺഷ്യസ് മൈൻഡ് ആൻഡ് കോൺഷ്യസ് മൈൻഡ്, എങ്ങനെയാണ് ഉപബോധ മനസ്സിനെ നമ്മൾ പഠിപ്പിക്കുക, എങ്ങനെയാണ് ഉപബോധ മനസ്സ് നമ്മൾ മനസ്സിലാക്കുക എന്നൊക്കെ. ആദ്യം തന്നെ ഞാൻ സിമ്പിളായിട്ട് പറഞ്ഞു തരാം. നിങ്ങൾ ചെയ്യേണ്ടത് മനസ്സിനെ ഒരു തോട്ടം, ഒരു ഉദ്യാനമായിട്ട്, നമ്മുടെ പച്ചക്കറിയൊക്കെ നട്ടുപിടിപ്പിക്കുന്ന ഒരു അടുക്കള തോട്ടമായിട്ട് നമ്മുടെ മനസ്സിനെ കാണുക. മനസ്സിനെ ഒരു തോട്ടമായിട്ടും നിങ്ങളൊരു തോട്ടക്കാരനും ആവുക. മനസ്സിലായല്ലോ? നമ്മുടെ മനസ്സിനെ ഒരു ഗാർഡൻ ആക്കുക. നിങ്ങളൊരു തോട്ടക്കാരനാണെന്ന് സങ്കല്പിക്കുക. എന്നിട്ട് എല്ലാ ദിവസവും നിങ്ങൾ അവിടെ പോയിട്ട് ചിന്തയാകുന്ന വിത്തുകൾ ഇങ്ങനെ പാവുകയാണ്. ദിവസം മുഴുവനും നിങ്ങൾ തോട്ടക്കാരനാണല്ലോ. നിങ്ങളുടെ തോട്ടമാകുന്ന ഉപബോധ മനസ്സിലേക്ക് നിങ്ങൾ ചിന്തകളെ ഇങ്ങനെ പാവിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഉപബോധ മനസ്സിൽ എല്ലാ ദിവസവും നിങ്ങൾ ചിന്തകളെ ഇങ്ങനെ നട്ടു നനച്ചുകൊണ്ടിരിക്കുകയാണ്, പാവിക്കൊണ്ടിരിക്കുകയാണ്. ആ പാവുന്ന വിത്തുകൾ, ചിന്തകളാകുന്ന വിത്തുകൾ എല്ലാ ദിവസവും മനസ്സിൽ കിടന്ന് ഇങ്ങനെ മുളച്ച് പുറത്തേക്ക് വരാൻ തുടങ്ങി. അത് പുറത്തേക്ക് വന്നു കഴിയുമ്പോൾ അതിനെക്കുറിച്ച് നിങ്ങൾ ബോധവാനല്ല. നിങ്ങളുടെ മനസ്സിൽ പാവുന്ന വിത്തുകളെക്കുറിച്ച് നിങ്ങൾ ബോധവാനല്ല. നിങ്ങൾ തോട്ടക്കാരനാണല്ലോ, എല്ലാ ദിവസവും വിത്തുകൾ പാവുന്നുണ്ട്, നിങ്ങളുടെ ചിന്തകളെ ഇങ്ങനെ പരിപോഷിപ്പിക്കുന്നുണ്ട്, അത് നട്ടു നനയ്ക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ അതിനെക്കുറിച്ച് ബോധവാനല്ല. അതിനെക്കുറിച്ച് ബോധവാനല്ലാത്തത് കൊണ്ട് തന്നെ അത് എത്രത്തോളം വളർച്ചയെത്തുന്നു എന്നും നിങ്ങൾ അറിയുന്നില്ല. എന്തുകൊണ്ടെന്നാൽ വിത്തുകൾ നിങ്ങളുടെ സ്വഭാവ ചിന്തകളായി മാറുന്നു. നിങ്ങൾ മനസ്സിൽ പാവിയിട്ടുള്ള വിത്തുകൾ അത് നിങ്ങളുടെ സ്വഭാവത്തിൻ്റെ ചിന്തകളുടെ ഒരു രൂപമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് പിന്നീട് അത് വളർന്ന് അത് വിളയായിട്ട് ശരീരത്തിലും നമ്മുടെ ചുറ്റുപാടിലും ഒക്കെ ഇങ്ങനെ ചുറ്റിപ്പിടിച്ചിരിക്കും. ചെടി വളർന്ന് പൂന്തോട്ടത്തിൽ ചെടി നട്ട് വിത്ത് പാവിക്കഴിഞ്ഞാൽ അത് വളർന്ന് പന്തലിച്ച് വിത്ത് നിറച്ച് ഇങ്ങനെ ആ ചെടികൾ ഇങ്ങനെ നമ്മുടെ പൂന്തോട്ടത്തിൽ പടർന്ന് പന്തലിച്ചിരിക്കുമല്ലോ. ചെടിയാണെങ്കിൽ പൂവുണ്ടാവും, സസ്യങ്ങളാണെങ്കിൽ അത് കായ്ക്കും, ഫലവൃക്ഷങ്ങളാണെങ്കിൽ അതിൽ ഫലങ്ങളുണ്ടാകും ഉണ്ടല്ലോ. ഇപ്പം എക്സാമ്പിൾ, ഇപ്പം നമ്മളൊരു തക്കാളി ചെയ്യോ അല്ലെങ്കിൽ ഒരു വെണ്ടയ്ക്കോ ആണ് നടുന്നത്. അതിൻ്റെ വിത്ത് പാകി, വേണ്ട പച്ചമുളകാണെന്ന് വിചാരിക്കുക, അത് പാകിക്കഴിഞ്ഞ് തോട്ടക്കാരനായ നമ്മളത് പാകിക്കഴിഞ്ഞ് അത് മുളച്ച് കളഞ്ഞ് അതിന് നമ്മൾ വെള്ളവും വളമൊക്കെ ഇട്ട് കൊടുത്ത് അത് വളർന്ന് അതിൽ മുളകുണ്ടായി, അല്ലെങ്കിൽ വെണ്ടക്കായ ഉണ്ടായി, അല്ലെങ്കിൽ തക്കാളി ഉണ്ടായി. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? ആ വിള കൊയ്തെടുക്കുന്നു. ആ വിള കൊയ്തെടുക്കുമ്പോൾ നമുക്ക് എന്താണ്? മനസ്സിലൊരു സന്തോഷം ഉണ്ടാകും. ഇതേ രീതി തന്നെയാണ് നമ്മുടെ ഉപബോധ മനസ്സിലും. നമ്മൾ ചിന്തകളാകുന്ന വിത്തുകൾ പാകി അത് വളർന്ന് നമ്മുടെ ശരീരത്തിലും ചുറ്റുപാടിലും ഇങ്ങനെ വിളഞ്ഞു നിൽക്കുകയാണ്. അപ്പം നമ്മൾ കൊയ്തെടുക്കുന്നത് നന്മകളാകുന്ന ചിന്തകളല്ലെങ്കിലോ നമുക്ക് എന്താണ് കിട്ടുന്നത്? എന്താണ്? എല്ലാം തിന്മകളായിരിക്കും. നന്മകളാണ് കൊയ്തെടുക്കുന്നതെങ്കിലോ നന്മകളായിരിക്കും. അപ്പോൾ എപ്പോഴും നമ്മൾ തോട്ടക്കാരനായി നമ്മുടെ മനസ്സിൽ പാകേണ്ട വിത്തുകളൊക്കെ ഇപ്പോഴും നല്ല ചിന്തകളും നല്ല വിചാരങ്ങളും ആയിരിക്കണം. അങ്ങനെയുള്ള വിത്തുകളെയാണ് നമ്മൾ പാവി അവിടെ മുളപ്പിക്കേണ്ടത്. നിങ്ങളുടെ ഉപബോധ മനസ്സ് ഒരു നല്ല ബലപുഷ്ടിയുള്ള മണ്ണാണ്. നമ്മുടെ ഉപബോധ മനസ്സ് നല്ല ബലപുഷ്ടിയുള്ള മണ്ണാണ്. അവിടെ നമ്മൾ കൊണ്ടുവന്ന ചീത്ത വിത്തുകളാണ് പാകുന്നതെങ്കിൽ അത് അവിടെ നിന്ന് തഴച്ച് വളർന്ന് ഇങ്ങനെ വടുവൃക്ഷമായി മാറും. എന്നിട്ട് ആ വടുവൃക്ഷം വെട്ടിക്കളയാൻ പറ്റാതെ നമ്മൾ എന്താണ്? ആ വൃക്ഷത്തോടു കൂടി നമ്മളും വീണുപോകും. അതേസമയം നന്മകളാകുന്ന വിത്തുകളാണ് ബലപുഷ്ടിയുള്ള മണ്ണിൽ നമ്മൾ പാകുന്നതെങ്കിലോ അത് മുളച്ച് നല്ല ഭംഗിയുള്ള ബലപുഷ്ടമായ സസ്യങ്ങളായി വളരും. അപ്പോൾ ഈ ബലപുഷ്ടമുള്ള സസ്യങ്ങളായി വളരുമ്പോൾ നമ്മളുടെ ശരീരത്തിനും മനസ്സിനും ഒക്കെ നല്ല കുളിർമയുണ്ടാവും ഇല്ലേ? കൊള്ളില്ലാത്ത സസ്യങ്ങളാണെങ്കിൽ തലയ്ക്ക് മീതെ വളർന്നു നിന്നിട്ട് ഒരു കാര്യമില്ല, തലയും പോവും, അത് വെട്ടിയും കളയും. അപ്പോൾ സസ്യങ്ങൾ ബലപുഷ്ടമുള്ളതാണെങ്കിൽ അതിങ്ങനെ വളർന്നു നിൽക്കുമ്പോൾ നമുക്ക് എന്താണ്? വളരെ രോമാഞ്ചകരമായ അനുഭൂതിദായകമായ അവസ്ഥകൾ ഉണ്ടാവും. അതുകൊണ്ടാണ് ആ ഫലപുഷ്ടിയുള്ള മണ്ണിലേക്ക്, നമ്മളുടെ ഉപബോധ മനസ്സാകുന്ന ഫലപുഷ്ടിയുള്ള മണ്ണിലേക്ക് നല്ല വിത്തുകൾ നമ്മൾ പാവിക്കൊടുക്കുക. അതിൻ്റെ ഉള്ളിൽ കളകളുണ്ടെങ്കിൽ കളകളെയൊക്കെ പറിച്ച് പുറത്തേക്ക് കളയുക. അങ്ങനെ നല്ല വിത്തുകൾ മാത്രം പാകി മുളപ്പിക്കുക. ഓരോ ചിന്തയും ഓരോ കാരണം കൊണ്ടുണ്ടാകുന്നതാണ്. ആ കാരണങ്ങളെയും ആ ചിന്തകളെയും നമ്മളൊന്ന് പ്യൂരിഫൈ ചെയ്യുക, നമ്മളൊന്ന് വേർതിരിച്ചെടുക്കുക. പാലും വെള്ളവും വേർതിരിക്കാൻ പറ്റില്ലല്ലോ എന്ന പോലെ നമ്മുടെ ചിന്തകളെയും നമ്മുടെ വിചാരങ്ങളെയും നമ്മൾ വേർതിരിച്ചെടുക്കുക. നല്ല ചിന്തകൾ എന്താണോ, ചീത്ത ചിന്തകൾ എന്താണോ, നല്ലതെന്താണോ, ചീത്ത എന്താണോ എന്ന് വേർതിരിക്കാൻ പറ്റാത്ത ഒരവസ്ഥയിൽ നമ്മൾ എന്താണ്? ഓരോ വ്യവസ്ഥയും ഓരോ ഫലമാണ്. ഓരോ വ്യവസ്ഥയുണ്ട്, അത് ഓരോ ഫലമായിട്ട് നമുക്ക് കിട്ടുന്നു. അപ്പോൾ അതുകൊണ്ടാണ് നിങ്ങളുടെ ചിന്തകളുടെ ഉത്തരവാദിത്വം നിങ്ങൾ തന്നെയാണ്. നിങ്ങളുടെ ചിന്തകളുടെ ഉത്തരവാദിത്വവും
അത് ഏറ്റെടുക്കാൻ നിങ്ങൾ തയ്യാറാവണം. നല്ലതായാലും ചീത്തയായാലും നിങ്ങളുടെ ചിന്തകളുടെ ഉത്തരവാദിത്വം നിങ്ങൾ തന്നെയാണ്. അപ്പോൾ ആ ചിന്തകളുടെ ഉത്തരവാദിത്വം നിങ്ങൾ ഏറ്റെടുക്കണം. ഇപ്പോൾ തന്നെ നിങ്ങൾ ആരംഭിക്കുക. സമാധാനം, സന്തോഷം, സാഗ്രഹം, നിങ്ങളുടെ മനസ്സിൻ്റെ ആ കുളിർമ, ശരിയായ പ്രവൃത്തി, നന്മ, അഭിവൃദ്ധി തുടങ്ങിയവയുടെയൊക്കെ വിത്തുകൾ നിങ്ങൾ നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡാകുന്ന ഉപബോധ മനസ്സാകുന്ന ഫലഭൂഷ്ടിയുള്ള മണ്ണിൽ നിങ്ങൾ പാവി മുളപ്പിക്കുക. ഈ പറയുന്ന കാര്യങ്ങൾ, നന്മകൾ, ശരിയായ പ്രവൃത്തി, അഭിവൃദ്ധി, നല്ല ചിന്തകൾ, നല്ല വിചാരങ്ങൾ, സന്തോഷങ്ങൾ, ഇതൊക്കെ പാവി മുളപ്പിക്കുക. ഇങ്ങനെ പാകി മുളപ്പിക്കുന്നു. ഒരിക്കൽ നിങ്ങൾക്ക് നിങ്ങളുടെ ചിന്തയുടെ പ്രവർത്തനക്രമത്തെ നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ, ഒരിക്കലെങ്കിലും നിങ്ങളുടെ മനസ്സിൻ്റെ ചിന്തകളുടെ പ്രവർത്തനത്തെ നിങ്ങൾക്ക് നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല എങ്കിൽ നിങ്ങളുടെ ഉപബോധ മനസ്സിൻ്റെ ശക്തികളെ ഒരിക്കലും നിങ്ങൾക്ക് നിയന്ത്രിക്കാൻ സാധിച്ചു എന്ന് വരില്ല. അപ്പോൾ നിങ്ങളുടെ ഉപബോധ മനസ്സിൻ്റെ ശക്തികളെ നിങ്ങൾ നിയന്ത്രിക്കുകയും ഏത് പ്രശ്ന പരിഹാരത്തിനും നിങ്ങളുടെ ഉപബോധ മനസ്സിനെ നിങ്ങൾ ഉപയോഗിക്കുകയും ചെയ്യേണ്ടതാണ്. അങ്ങനെ ഉപബോധ മനസ്സിനെ നിങ്ങൾ ഉപയോഗിച്ച് നിങ്ങളുടെ മനസ്സിനെ, ശരീരത്തിനെ നിങ്ങൾ നിയന്ത്രിക്കാൻ തുടങ്ങിയാൽ നിങ്ങളുടെ ബലഭൂഷ്ടമായ മനസ്സിൽ നിങ്ങൾ പാകുന്ന വിത്തുകളെല്ലാം വളരെ ഫലപുഷ്ടമായതും വളരെ നന്മ നിറഞ്ഞതും നല്ല വിത്തുകളുമാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ മനസ്സിനെ നിങ്ങൾക്ക് നിയന്ത്രിക്കാൻ സാധിക്കും. അങ്ങനെ നിയന്ത്രിക്കാൻ സാധിക്കാതെ, നിങ്ങൾക്കൊന്നിനും പ്രശ്നപരിഹാരത്തിന് സാധിക്കാതെ നിങ്ങളുടെ മനസ്സ് കടിഞ്ഞാണ് പൊട്ടി പോവുകയാണെങ്കിൽ നിങ്ങൾക്കൊരിക്കലും ഒരു പ്രശ്നപരിഹാരം ഉണ്ടാകുന്നതല്ല. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ബോധമനസ്സും ഉപബോധ മനസ്സും എല്ലായ്പ്പോഴും ചിന്തകൾ പാകുമ്പോൾ നിങ്ങൾ അറിയാതെ ആവാതെ 70,000-ൽ പരം ചിന്തകൾ വരുന്ന ഉപബോധ മനസ്സിൽ ഒരു 10,000 ചിന്തകളെങ്കിലും നിങ്ങൾ അറിഞ്ഞുകൊണ്ട് പാവാൻ ശ്രമിക്കുക. അങ്ങനെ ആവുമ്പോൾ നല്ല വിത്തുകളാണ് നിങ്ങൾ ഫലപുഷ്ടമുള്ള മണ്ണിലേക്ക് പാകുന്നതെങ്കിൽ അവിടെ മുളയ്ക്കുന്ന വിത്തുകളും ആ ചെടികളും നല്ലതായിരിക്കും. അതിൻ്റെ അനുഭവം നമുക്ക് നല്ലതായിരിക്കും. അതുകൊണ്ട് ഏത് പ്രശ്ന പരിഹാരത്തിനും ഉപയോഗിക്കാൻ കഴിയുന്ന മനസ്സായിരിക്കണം നമ്മൾ എടുക്കേണ്ടത്.